വെൽക്കം ബാക്ക് ടു സഫർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒരു കണ്ടക്ടറിനാണ്, മെറ്റാലിക് കണ്ടക്ടർ. അതിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ പ്ലേറ്റ് അങ്ങ് വിചാരിക്കും. മെറ്റലിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഫ്രീ ഇലക്ട്രോൺസ്, ദേ ആർ ഫ്രീ ടു മൂവ്. മെറ്റൽ സർഫസിൽ ധാരാളം ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു മെറ്റാലിക് കണ്ടക്ടറിന് നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ളൊരു ഷീറ്റ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ് വിചാരിക്കുക, പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ്, ആൻഡ് ദർ ഇസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ് അങ്ങനെ വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ്, അതായത് ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇങ്ങനെ ഇവിടെ ഇതിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഇതിനകത്ത് ഒരു മെറ്റാലിക് പ്ലേറ്റ് കൊണ്ടുവെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മെറ്റാലിക് പ്ലേറ്റിനെ വെക്കുകയാണ്. ഓക്കെ, സോ ഹിയർ ഈസ് എ മെറ്റാലിക് പ്ലേറ്റ്. അതിനൊരു പേര് കൊടുക്കാം ABCD. ഓക്കെ, സോ ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനകത്താണ് നമ്മളൊരു മെറ്റാലിക് പ്ലേറ്റ് കൊണ്ടുവച്ചത്. അപ്പോൾ മെറ്റാലിക് പ്ലേറ്റ് ആകുമ്പോൾ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. സോ ഇതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ മുകളിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണല്ലോ ഉള്ളത്. സോ ഒരു ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ചാർജിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ the charge is placed in an external electric field, then charge will experience a force F equal to QE. So F equal to QE എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും ചാർജിന്റെ മുകളിൽ. ആ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് പഠിച്ചത്? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും, F equal to QE. അഥവാ ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് വരിക. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ QE. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ മെറ്റാലിക് പ്ലേറ്റിലുള്ള ഫ്രീ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഫ്രീ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. സോ ഈച്ച് ഫ്രീ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഫ്രീ ഇലക്ട്രോൺ എല്ലാം ഈ CD എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്ന് AB എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും ഫ്രീ ഇലക്ട്രോൺസ് ഡ്യൂ ടു ദ ഫോഴ്സ്, ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. സോ ഇവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ഇവിടെ ലഭിക്കുന്നു, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ലോസ് സംഭവിക്കുന്നിടത്ത് നെഗറ്റീവ്, ഇലക്ട്രോൺ വരുന്ന സ്ഥലത്ത് നെഗറ്റീവ് വരും അല്ലെ. ഇലക്ട്രോൺ ലോസ് സംഭവിക്കുന്നത് പോസിറ്റീവും, ഇവിടെ നെഗറ്റീവും വരും. ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് വിളിക്കും. ഇൻഡ്യൂസ്ഡ് ചാർജസ്. അങ്ങനെ ഇൻഡ്യൂസ്ഡ് അപ്പോൾ ഇവിടെ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ പോസിറ്റീവായി, ഇവിടെ നെഗറ്റീവായി ഇൻഡ്യൂസ്ഡ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. പോസിറ്റീവ് ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് അറ്റ് സൈഡ് CD, നെഗറ്റീവ് ചാർജസ് ആർ ഇൻഡ്യൂസ്ഡ് അറ്റ് സൈഡ് AB. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ചാർജിന്റെ ഫലമായിട്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് അഗൈൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ ഇൻഡ്യൂസ്ഡ് ചാർജിന്റെ ഫലമായിട്ട് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പേരാണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എങ്ങോട്ട്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണല്ലോ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും ഈ ഫ്രീ ഇലക്ട്രോണിന്റെ കളി കാരണം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും എക്സ്റ്റേണലിന് ഓപ്പോസിറ്റ് ആയിട്ട്. സോ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അഗൈൻ ഇവിടെ പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും. അപ്പോൾ ഇതിങ്ങനെ ഇൻക്രീസ് ആയി വരും, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, ഫൈനലി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ബിക്കംസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആകുന്നത് വരെ, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ആകുന്നത് വരെ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഈക്വൽ ആയാൽ അവർ തമ്മിൽ ക്യാൻസൽ ആയി. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ആയി. ഈ മെറ്റാലിക് പ്ലേറ്റിന്റെ ഉള്ളിൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ആയാൽ
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0 ആണ്. ഇതിനുള്ളിൽ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഔട്ട്സൈഡ് ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഇൻഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ആയത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത് വരെ ഫ്രീ ഇലക്ട്രോൺ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മൂവ്മെന്റ് തുടർന്നുകൊണ്ടേയിരിക്കും. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത് വരെ. ഇലക്ട്രിക് ഫീൽഡ് 0 ആയാലെന്നാ സംഭവിക്കുക? പിന്നെ ഫ്രീ ഇലക്ട്രോണിന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവില്ലല്ലോ. കാരണം ഫോഴ്സ് ഇൻഡിക്കേഷൻ F=QE എന്നല്ലേ. ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ ചാർജ് E, അപ്പൊ E എന്നാണല്ലോ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയില്ല. ഇലക്ട്രിക് ഫീൽഡ് 0 ആയാൽ പിന്നെ ഫോഴ്സ് ഇല്ല. അപ്പോൾ ഇതിന്റെ ഇൻസൈഡില് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത് വരെ ഈ ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത് വരെ ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഫലമായിട്ട് ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, ഈ ഭാഗത്ത് അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതിനുള്ളിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുകയും ചെയ്യും. ഇങ്ങനെ ഒരു മെറ്റാലിക് പ്ലേറ്റിനെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഈ ഫ്രീ ഇലക്ട്രോണിന്റെ ഷിഫ്റ്റിംഗ് കാരണം, ഫ്രീ ഇലക്ട്രോൺ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. ഫ്രീ ഇലക്ട്രോണിന്റെ ഷിഫ്റ്റിങ്ങിന്റെ ഫലമായിട്ട് ഇതിന്റെ ഉള്ളിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായി മാറും? 0 ആയി മാറും. റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയി മാറും. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയ ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫിനോമിനയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഫിനോമിനൻ ഓഫ് ക്രിയേറ്റിംഗ് എ റീജിയൻ ഓഫ് 0 ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ എ റീജിയൻ ഫ്രീ ഫ്രം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു മെറ്റാലിക് പ്ലേറ്റ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ഒരു ഇൻഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഇങ്ങനെ തുടരുന്നതിന്റെ ഫലമായിട്ടാണ് അത് ഉണ്ടാവുന്നത്. അങ്ങനെ ഇൻഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനെ ക്യാൻസൽ ആകുന്നത് വരെ ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റ് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അതിനുള്ളിൽ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഈ ഫിനോമിനയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഓക്കെ, യെസ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കണ്ടക്ടറിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ, ഓക്കെ, കണ്ടക്ടിങ് ബോഡി ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും എന്ന് പറഞ്ഞു? 0 ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ കൺസിഡർ എ കണ്ടക്ടിങ് ബോഡി ഓഫ് എനി ഷേപ്പ്. കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ് കണ്ടക്ടിങ് ബോഡിയാണ്. കണ്ടക്ടിങ് ബോഡി ഓഫ് എനി ഷേപ്പ്. ഓക്കെ, സപ്പോസ് ഇറ്റ് ഈസ് ചാർജ്ഡ് കണ്ടക്ടർ ആണ്. കണ്ടക്ടർ ആകുമ്പോൾ നമുക്കറിയാം, കണ്ടക്ടറിന്റെ കേസിൽ ചാർജ് ഉണ്ടെങ്കിൽ ചാർജ് അതിന്റെ സർഫസിൽ, ചാർജ് റിസൈഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് സർഫസ്. കണ്ടക്ടിങ് ബോഡി ആണെങ്കിൽ ചാർജ് അതിന്റെ സർഫസിൽ മാത്രമേ നിൽക്കൂ. അപ്പോൾ ഇതിന്റെ ചാർജ് കൊടുത്താൽ ചാർജ് ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺലി അറ്റ് ഇറ്റ്സ് സർഫസ്. കണ്ടക്ടർ ആകുമ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സർഫസിൽ മാത്രമാണ്. അപ്പോൾ ഇതൊരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ ചാർജ് ഇങ്ങനെ സർഫസിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിന്നാൽ, നമ്മളിവിടെയൊക്കെ ഇതിന് ഇൻസൈഡിൽ ഒരു ഗോസിയൻ സർഫസ് ഒക്കെ വരക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചാർജ് എൻക്ലോസ് ചെയ്യപ്പെടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ചാർജ് ഇങ്ങനെ സർഫസിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക ഓൺ ദ സർഫസും ഔട്ട്സൈഡും ആണ്. ഓൺ ദ സർഫസും ഔട്ട്സൈഡും ആണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ചാർജ് ഇങ്ങനെ സർഫസിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടാൽ ഇതിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഓക്കെ, സോ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ചത്? മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡെൽറ്റ വി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് ഇങ്ങോട്ട് എടുത്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അപ്പൊ 2 പോയിന്റ് എടുത്താൽ ആ 2 പോയിന്റ് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല.
പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്ന് വെച്ചാൽ അർത്ഥം പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു സ്ഫെറിക്കൽ ഷെല്ലിനെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു, സ്ഫെറിക്കൽ ഷെൽ, ഹോളോസ്ഫിയർ. അതിന്റെ സർഫസിൽ മാത്രം ചാർജ് നിൽക്കും, ഉള്ളിൽ ഫീൽഡ് സീറോ ആണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. എവിടെ? ഇൻസൈഡിൽ പൊട്ടൻഷ്യൽ എല്ലാവരുടെയും സെയിം ആയിരിക്കും, ഇവിടെ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, മീൻസ് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എല്ലാവരുടെയും സെയിം. അങ്ങനെ സർഫസ് വരെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ എല്ലാവരുടെയും സെയിം ആയിരിക്കും. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻസൈഡ്. സോ പൊട്ടൻഷ്യൽ ഇൻസൈഡ് ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. ആ രൂപത്തിലാണ് വരിക, ഇതിനുള്ളിൽ ഫീൽഡ് സീറോ ആയതുകൊണ്ട്. അപ്പൊ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആണ് ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ. ഇനി ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ സർഫസിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, സർഫസിൽ തന്നെ എല്ലാവരുടെയും സെയിം ആയിരിക്കും. സർഫസിൽ എല്ലാവരുടെയും സെയിം ആണ്. ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇൻസൈഡിൽ എല്ലാവരുടെയും സെയിം മീൻസ് സർഫസിൽ എല്ലാവരുടെയും സെയിം ആയിരിക്കണം. ഓക്കെ, കാരണം പൊട്ടൻഷ്യൽ ഇൻസൈഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് ആണ്. ഇൻസൈഡിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻസൈഡിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇൻസൈഡിൽ എല്ലാവരുടെയും കോൺസ്റ്റന്റ് മീൻസ് സർഫസിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ സർഫസിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. സോ ഇറ്റ് ഈസ് എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കണ്ടക്ടിങ് ബോഡി ഓഫ് എനി ഷേപ്പ്, ഇറ്റ് ഈസ് ചാർജ്ഡ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫീൽഡ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഇതിന്റെ സർഫസിൽ ഇൻസൈഡിലാണ് ഫീൽഡ് ഇല്ലാത്തത്. ഇതിന്റെ സർഫസിലും ഫീൽഡ് ഉണ്ട്, ഔട്ട്സൈഡിലും ഫീൽഡ് ഉണ്ട്. സർഫസിലും ഫീൽഡ് ഉണ്ട്, ഔട്ട്സൈഡിലും ഫീൽഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സർഫസിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണെന്നാണ് പഠിച്ചത്. ഓക്കെ, സോ സർഫസിലുള്ള ഫീൽഡ് ഇങ്ങനെ വരും, സർഫസിൽ ഫീൽഡ് ഇങ്ങനെ വരും, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. ഓക്കെ, അങ്ങനെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്നാ സംഭവിക്കുക? സർഫസിൽ ഫീൽഡ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ എന്നാ സംഭവിക്കുക? സർഫസിൽ ഫീൽഡ് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഫീൽഡ് പെർപെൻഡിക്കുലർ അല്ല എന്ന് വിചാരിച്ചോ. സർഫസിൽ ഫീൽഡ് ഇങ്ങനെ എങ്ങനെയാണ് ഫീൽഡ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഫീൽഡിനെ രണ്ട് കമ്പോണന്റ് ആക്കുമ്പോൾ ഫീൽഡിന് ഒരു ടാൻജൻഷ്യൽ കമ്പോണന്റ് വരും, സർഫസിന് ടാൻജന്റ് ആയിട്ട് ഒരു കമ്പോണന്റ് വരും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഫീൽഡിന് രണ്ട് കമ്പോണന്റ് വരും, EX EY രണ്ട് കമ്പോണന്റ് വരും. ഒരു കമ്പോണന്റ് സർഫസിന് ടാൻജന്റ് ആയിട്ട് വരും. അപ്പൊ ഈ ചാർജിന്റെ മുകളിൽ ഫീൽഡ് കാരണം എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ചാർജിന്റെ മുകളിൽ F=QE എന്നുള്ള ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഫോഴ്സിന്റെ ഫലമായിട്ട് അല്ലെ ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് വന്നാല്, ടാൻജൻഷ്യൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വന്നാല് ഇവിടെയുള്ള ചാർജിന്റെ മുകളിൽ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് വരും. ഫോഴ്സിന്റെ ഫലമായിട്ട് ചാർജുകൾ മൂവ് ചെയ്യും. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു സർഫസ് കറണ്ട് ഉണ്ടാവണം. ആ ടാൻജൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് കൊണ്ട് ചാർജ് ഫ്ലോ ചെയ്തിട്ട് ഒരു സർഫസ് കറണ്ട് ഉണ്ടാവണം. ചാർജിന്റെ മൂവ്മെന്റ് ഫലമായിട്ട് ഒരു കറണ്ട് ഉണ്ടാവണം, സർഫസ് കറണ്ട് ഉണ്ടാവണം. പക്ഷെ അങ്ങനെ ഒരു കറണ്ടിന്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഇങ്ങനെ ടാൻജൻഷ്യൽ കമ്പോണന്റ് പാടില്ല, ഉണ്ടാവില്ല. അതുണ്ടെങ്കിൽ ചാർജിന്റെ ഫ്ലോന്റെ ഫലമായിട്ട് ഒരു സർഫസ് കറണ്ട് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു കറണ്ടിന്റെ പ്രസൻസ് ഇല്ല കണ്ടക്ടറിന്റെ കേസിൽ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ടാൻജൻഷ്യൽ കമ്പോണന്റ് ഉണ്ടാവില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം? അങ്ങനെ ടാൻജൻഷ്യൽ കമ്പോണന്റ് ഇല്ലാതിരിക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കംപ്ലീറ്റ്ലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് കംപ്ലീറ്റ്ലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഓരോ പോയിന്റിലും സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആണ് അറ്റ് ദാറ്റ് പോയിന്റ്. അങ്ങനെയാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരും. ഇവിടെ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരും, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓരോ പോയിന്റിലും അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരണം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജ്ഡ് മെറ്റാലിക് കണ്ടക്ടർ എനി ഷേപ്പ്, എന്ത് ഷേപ്പ് ആയാലും അതിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ്
സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അറ്റ് ദാറ്റ് പോയിന്റ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സർഫസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓരോ പോയിന്റിലും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഇനി ആ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ അത് മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ, ചാർജ്ഡ് മെറ്റാലിക് ബോഡി ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സർഫസ് എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. സോ ചാർജ്ഡ് മെറ്റാലിക് കണ്ടക്ടർ ഓഫ് എനി ഷേപ്പ്, അങ്ങനെയാണെങ്കിൽ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. സിഗ്മ എന്ന് വെച്ചാൽ ചാർജ് ബൈ ഏരിയ ആണ്, അതിന് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് സിഗ്മ. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരു മെറ്റാലിക് കണ്ടക്ടർ വിചാരിക്കുക, എന്ത് ഷേപ്പ് എങ്കിലും ആയിക്കോട്ടെ, അതിന് നമ്മൾ ചാർജ് നൽകിയാൽ അതിന്റെ ചാർജ് സർഫസിൽ മാത്രമേ ഡിസ്ട്രിബ്യൂട്ടഡ് ആവൂ കണ്ടക്ടർ ആണെങ്കിൽ. അങ്ങനെ ചാർജ് സർഫസിന് മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ് ആയാൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും ഇൻസൈഡിൽ. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 0, അതിനർത്ഥം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. ഇനി ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സർഫസിലുള്ള പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഉള്ളിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ് എന്ന് വെച്ചാൽ അർത്ഥം സർഫസിൽ എല്ലാവരുടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇനി സർഫസിലും ഔട്ട്സൈഡിലും ഫീൽഡ് ഉണ്ടാവും. അതിൽ സർഫസിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ എവിടെയാണോ ഫീൽഡ് പറയുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ പോയിന്റിൽ ഫീൽഡ് ഉണ്ടാവുക. കണ്ടക്ടിങ് ബോഡി ആണെങ്കിൽ ഫീൽഡിന്റെ ഇക്വേഷൻ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഓക്കെ, യെസ്. ഇത് വെച്ചിട്ടൊരു ഐഡിയ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇതൊരു കണ്ടക്ടറാണ്, ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യം എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിൽ നമ്മൾ എന്താ പറഞ്ഞ, കണ്ടക്ടറിനെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ, അല്ലെ, കണ്ടക്ടറിനെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിലുള്ള ഫ്രീ ഇലക്ട്രോണിന്റെ ഷിഫ്റ്റിംഗ്, ഫ്രീ ഇലക്ട്രോൺ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഫ്രീ ഇലക്ട്രോണിന്റെ ഷിഫ്റ്റിംഗ് കാരണം അതിലൊരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് പഠിച്ചു. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക എന്ന് പഠിച്ചു. എന്നിട്ട് ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് മൂവ്മെന്റ്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ ക്യാൻസൽ ആകുന്നവരെ. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ്, കണ്ടക്ടിങ് ബോഡി ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ. അപ്പൊ ഇതൊരു കണ്ടക്ടറാണ്, മെറ്റാലിക് സ്ഫെറിക്കൽ കണ്ടക്ടറാണ്. സ്ഫെറിക്കൽ കണ്ടക്ടർ ഇതിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കാൻ പോവാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് ഈ കാണിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ 1, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ 2, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ 3, നാലാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് ഇതിനൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയി തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ ഏത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് ശരി? എന്തുകൊണ്ട്? ഏത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് കറക്റ്റ്? വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് കറക്റ്റ്? വൈ? ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും നമ്മൾ ഇതിന്റെ ഇൻസൈഡിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കാണിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇൻസൈഡിൽ കാണിച്ചു. പക്ഷെ നമുക്കറിയാം മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് ഉള്ളിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരക്കാൻ പാടില്ല. ഉള്ളിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരച്ചാൽ അർത്ഥം എന്താ? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്നാണ്. മെറ്റാലിക് കണ്ടക്ടറിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇൻസൈഡിൽ വരക്കാൻ പാടില്ല. ഇൻസൈഡിൽ വരച്ചാൽ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഇൻസൈഡിൽ വരക്കാൻ പാടില്ല, കാരണം മെറ്റാലിക് കണ്ടക്ടറിന്റെ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പൊ ഇത് വരക്കരുത്. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഇപ്പൊ തന്നെ പോയി. ഓക്കെ, ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇത് രണ്ടും ഇൻസൈഡിൽ വരച്ചിട്ടില്ല. ശരിയാണ്, ഇത് രണ്ടും ഇൻസൈഡിൽ വരച്ചിട്ടില്ല. കാരണം ഇൻസൈഡിൽ വരക്കാൻ പാടില്ല, കാരണം ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഓക്കെ, പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തെറ്റാണ്. ഇറ്റ് ഈസ് റോങ്. കാരണം നമ്മൾ ഒരു പോയിന്റ് പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ്, ഇത് മെറ്റാലിക് കണ്ടക്ടർ ആണല്ലോ, ഈ ഇലക്ട്രിക് ഫീൽഡ് മെറ്റാലിക് കണ്ടക്ടറിന് സർഫസിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നുള്ള ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്.
ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് മെറ്റാലിക് കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇത് പെർപെൻഡിക്കുലർ അല്ല. സോ ഇൻസൈഡിൽ വരച്ചിട്ടില്ല, ഓക്കെ, ഇൻസൈഡിൽ വരക്കാൻ പാടില്ല, കാരണം ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല കണ്ടക്ടർ ആകുമ്പോൾ. പക്ഷെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ അല്ല, അതുകൊണ്ട് ഇത് പോയി, ആ ലൈനും പോയി. ഈ ഫോർത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈനാണ് കറക്റ്റ്. ഇതാണ് കറക്റ്റ്, കാരണം ഇത് ഇൻസൈഡിൽ വരച്ചിട്ടില്ല, കാരണം ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം. സർഫസിൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഔട്ട്സൈഡിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആവും. സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റിൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് കറക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ 4. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കപ്പാസിറ്റൻസ്. എന്താണ് ഒരു ബോഡിയുടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്? അപ്പോൾ ഒരു കണ്ടക്ടർ വിചാരിക്കും, ഇതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇതിന് ചാർജിനെ ഉൾക്കൊള്ളാനുള്ള കഴിവാണ് അതിന്റെ കപ്പാസിറ്റൻസ്. ചാർജിനെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമോ അതിന് അത്രത്തോളം കപ്പാസിറ്റൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ബോഡിന്റെ കഴിവാണ് അതിന്റെ കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ സപ്പോസ് എ കണ്ടക്ടർ, ഇതിന് നമ്മൾ ചാർജ് നൽകുകയാണ്. അപ്പോൾ ഇതിന്റെ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ കൂടും. അതെന്തുകൊണ്ടാണ് ചാർജ് കൂടുന്നതിനനുസരിച്ച് സർഫസിലുള്ള പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആകുന്നത്? ചാർജിങ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 1 കുളമ്പിനെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റി മുതൽ സർഫസ് വരെ എത്തിക്കാനുള്ള വർക്കാണ് സർഫസിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ചാർജ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഇത് 1 കുളമ്പിനെ നന്നായി റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽസീവ് ഫോഴ്സ് കൂടും ചാർജ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിപ്പൽഷൻ കൂടും. സോ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് 1 കുളമ്പ് ടു സർഫസ് ഓൾസോ ഇൻക്രീസ് ആവും. ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ റിപ്പൽഷൻ വരുമല്ലോ. ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിന് കൂടുതൽ റിപ്പൽഷൻ വരുമല്ലോ. അതിനനുസരിച്ച് അതിനെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള വർക്കും കൂടും. ആ റിപ്പൽഷനെതിരെ ചെയ്യുന്ന വർക്കല്ലേ, അപ്പോൾ വർക്ക് കൂടും. അതായത് ഉദ്ദേശിക്കുന്നത് ഈ ബോഡി കണ്ടക്ടറിലുള്ള ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലും ഇൻക്രീസ് ആവും. ഓക്കെ, സോ ചാർജ് ഈസ് directly proportional to the electric potential at a surface. So we can write Q equal to CV. ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ചേർത്തു C ആണ് കപ്പാസിറ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് ആണ് കപ്പാസിറ്റൻസ് ആണ് C. സോ therefore C equal to Q by V വരും. അപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ചാർജിനെ ഉൾക്കൊള്ളാനുള്ള ബോഡിയുടെ കഴിവാണ് അതിന്റെ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് കൂടുതലാണെങ്കിൽ കൂടുതൽ ചാർജിന് അതിന് വേണമെങ്കിൽ നമുക്ക് അതിന് കൂടുതൽ ചാർജ് കൊടുക്കാൻ പറ്റുമെന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ SI യൂണിറ്റ് എന്ത് വരും? ചാർജ് കുളമ്പ് പൊട്ടൻഷ്യൽ വോൾട്ട്. സോ SI യൂണിറ്റ് ഈസ് കുളമ്പ് പെർ വോൾട്ട്, ഓർ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്, കുളമ്പ് പെർ വോൾട്ട് ആണ്. ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ വരിക? കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുല, ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല AT ആണ്. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ വരിക? നമ്മൾ പൊട്ടൻഷ്യലിന് ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, W/Q. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ ഫോർമുല ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ നോക്കിക്കോളൂ. പൊട്ടൻഷ്യൽ W/Q ആണ്. വർക്കിന്റെ ഡയമെൻഷൻ ml² T⁻², ചാർജ് AT ആണ്. സോ ml² T⁻³ A⁻−1 വരും. സോ ചാർജിൻ്റെത് AT ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ. ഇത് സോൾവ് ചെയ്ത് എത്ര വരും? ml² T⁻³ ആവും. അങ്ങോട്ട് പോയാൽ T⁻³ ആവും. A⁻−1 ആവും. സോ ഇറ്റ് ബിക്കം m⁻−1 L⁻², T⁻4 ആവും, A⁻1 ആവും. ഇതാണ് പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷണൽ ഫോർമുല വരിക. സോറി കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുല വരിക. ഓക്കെ, ഇനി കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞത് ഫാരഡ് ആണ്. എന്താണ് 1 ഫാരഡ്? കപ്പാസിറ്റൻസ് എപ്പോഴാണ് 1 ഫാരഡ് ആവുക?
കപ്പാസിറ്റൻസ് എപ്പോഴാണ് 1 ഫാരഡ് ആവുക? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C ഈക്വൽ ടു Q ബൈ V എന്നാണ്. സോ ലെറ്റ് Q ഈക്വൽ ടു 1 കുളം ആൻഡ് V 1 കുളം ആൻഡ് V ഈക്വൽ ടു 1 വോൾട്ട്. ചാർജ് 1 കുളമ്പ്, പൊട്ടൻഷ്യൽ 1 വോൾട്ട്. ദർഫോർ കപ്പാസിറ്റൻസ് എന്താവും? രണ്ട് 1 ആണ്. 1 ബൈ 1 1. കപ്പാസിറ്റൻസ് യൂണിറ്റ് ഫാരഡ് ആണ്. സോ കപ്പാസിറ്റൻസ് എപ്പോഴാണ് 1 ഫാരഡ് ആവുക? നമ്മൾ പറഞ്ഞു ചാർജ് ഇൻക്രീസ് ആകുമ്പോഴാണ് ഇതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആവുന്നത് അല്ലേ? അപ്പൊ 1 കുളമ്പ് ചാർജ് ഇൻക്രീസ് ആകുമ്പോഴാണ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആവുന്നത്. അപ്പം 1 കുളമ്പ് ചാർജ് ഇൻക്രീസ് ആകുമ്പോൾ പൊട്ടൻഷ്യലും 1 വോൾട്ട് ഇൻക്രീസ് ആയാൽ, സോ ഇഫ് ദർ ഇസ് എ റൈസ് ഓഫ് 1 കുളമ്പ് ചാർജ്, then there is a rise of 1 volt potential at the surface. 1 കുളമ്പ് ചാർജ് ഇൻക്രീസ് ആകുമ്പോൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആയാൽ, അങ്ങനെ ആയാൽ ആ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? 1 ഫാരഡ് ആണ്. സോ ഇഫ് 1 കുളമ്പ് ചാർജ് ഗിവൺ ടു എ കണ്ടക്ടർ, 1 കുളമ്പ് ചാർജ് നൽകി, അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആവുമല്ലോ. 1 കുളമ്പ് ചാർജ് ഗിവൺ ടു എ കണ്ടക്ടർ increases the potential at the surface by 1 volt. 1 കുളമ്പ് ചാർജ് നൽകുമ്പോൾ സർഫസിലുള്ള പൊട്ടൻഷ്യൽ 1 വോൾട്ട് ഇൻക്രീസ് ആയാൽ ആ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? 1 ഫാരഡ് ആണ്. ദെൻ കപ്പാസിറ്റൻസ് ഈസ് 1 ഫാരഡ്. ഓക്കെ, യെസ്. നെക്സ്റ്റ്, കപ്പാസിറ്റൻസ് ഓഫ് എൻ ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ. Capacitance of an isolated spherical conductor. Consider a spherical conductor. ഇതിന്റെ റേഡിയസ് R ആണ്. Let it is given charge Q. കണ്ടക്ടർ ആകുമ്പോൾ ചാർജ് എവിടെയാ നിൽക്കൂ? ചാർജ് സർഫസിൽ മാത്രമേ നിൽക്കൂ. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഇൻഡിക്കേഷൻ Q ബൈ V എന്നാണ്. കപ്പാസിറ്റൻസ് കാണുമ്പോൾ എവിടെയുള്ള പൊട്ടൻഷ്യൽ എടുക്കണം? സർഫസിലുള്ള പൊട്ടൻഷ്യൽ എടുക്കണം. സ്ഫെറിക്കൽ കണ്ടക്ടർ ആകുമ്പോൾ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയായിരുന്നു ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. ഉള്ളിൽ ഫീൽഡ് 0 ആയിരുന്നു, പക്ഷെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരുന്നു. ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് ആണ് കണ്ടക്ടറിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് എത്രയാണ്? 1/4πε0 Q/R ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എന്തൊരു? സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എന്തൊരു? കപ്പാസിറ്റൻസ് ഈക്വൽ Q ബൈ V എന്നാണ്. V എടുക്കുമ്പോൾ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് എടുക്കണം. ഓക്കെ, സോ കപ്പാസിറ്റൻസ് ഈക്വൽ Q ബൈ V. 1/4πε0 Q/R ആണ്. സോ Q cancel. സോ കപ്പാസിറ്റൻസ് ബിക്കംസ് 4πε0R. സോ സ്ഫെറിക്കൽ കണ്ടക്ടർ ആണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഫോർമുല 4πε0R ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആയിരിക്കും സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ കേസിൽ. ഓക്കെ, കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആയിരിക്കും. അപ്പോൾ സ്ഫെറിക്കൽ കണ്ടക്ടർ ആകുമ്പോൾ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ഇതിനാണ് മൂന്നെണ്ണത്തിൽ ഇപ്പൊ ഇതിനാണ് ഏറ്റവും കൂടുതൽ റേഡിയസ് വരുന്നത്. അപ്പൊ ഇതിനായിരിക്കും കപ്പാസിറ്റൻസ് കൂടുതൽ. ഇതിന് കപ്പാസിറ്റൻസ് കൂടുതലാന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇതിനകത്ത് കൂടുതൽ ചാർജ് ഉണ്ട് എന്നാണോ അർത്ഥം? അല്ല. നമ്മൾ ചാർജ് നൽകുകയാണെങ്കിൽ കൂടുതൽ ചാർജിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഇവനാണ്. അതിനകത്ത് കൂടുതൽ ചാർജ് ഉണ്ടെന്നല്ല അർത്ഥം. ചാർജ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ചാർജിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഇവനാണ്. കൂടുതൽ ചാർജിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ഇതിനാണ്, റേഡിയസ് കൂടിയതിനാണ് എന്ന് വെച്ചാൽ അതിന് കപ്പാസിറ്റൻസ് കൂടുതലാണ്. ഓക്കെ, സോ സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ കേസിൽ കപ്പാസിറ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് എന്നാണ്. ഇപ്പോൾ നമുക്ക് എർത്തിന്റെ കപ്പാസിറ്റൻസ് കാണണം വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ എർത്തിനെ ഒരു സ്ഫെറിക്കൽ ബോഡി ആയിട്ട് അസ്യൂം ചെയ്യൂ. സ്ഫെറിക്കൽ ബോഡി ആകുമ്പോൾ കപ്പാസിറ്റൻസിന്റെ ഫോർമുല ഇതാണ്. അപ്പോൾ ഇവിടെ എർത്തിന്റെ റേഡിയസ് കൊടുത്താൽ മതി. അപ്പോൾ എർത്തിന്റെ റേഡിയസ് എത്രയാണ്? അപ്പോൾ എർത്തിന്റെ കേസിൽ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻³ മീറ്റർ ആണ് എർത്തിന്റെ. സോ എർത്തിന്റെ കപ്പാസിറ്റൻസ് എന്താവും? 4πε0 ഇൻറ്റു R അല്ലേ? സ്ഫെറിക്കൽ ബോഡി ആയിട്ട് എർത്തിനെ അസ്യൂം ചെയ്താൽ ഇങ്ങനെയാണല്ലോ വരിക. എർത്തിന്റെ കേസിൽ റേഡിയസ് ഇങ്ങനെ എടുക്കണം. ഇനി 1/4πε0 എന്ന് വെച്ചാൽ 9 × 10⁻৯ ആണ്. അങ്ങനെയാണെങ്കിൽ 4πε0 ഇത് 1/4πε0 ആണ്, 9 × 10⁻9. സോ 4πε0 എന്തായിരിക്കും? 4πε0 എന്ന് പറയുന്നത് 1/9 × 10⁻9 ആയിരിക്കും. പിന്നെ എർത്തിന്റെ കേസിൽ റേഡിയസ് 6400
ഇൻറ്റു 10⁻³ ആണ് എർത്തിന്റെ റേഡിയസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എർത്തിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എർത്തിന്റെ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കട്ട് ചെയ്താൽ ഓൾമോസ്റ്റ് 7100 വരും. സോ 7100 ഇൻറ്റു ഇത് ടേക്ക് ടു ന്യൂമറേറ്റർ 10⁻⁻6 ആവും. ഓക്കെ, സോ 7.1 ഇൻറ്റു 10⁻³ ഫാരഡ് ആവും. എർത്തിന്റെ കപ്പാസിറ്റൻസ് ഈ രൂപത്തിലൊക്കെ വരും. ഓക്കെ, കപ്പാസിറ്റൻസ് യൂണിറ്റ് ഫാരഡ്. ഓക്കെ, സോ ഇത് നമുക്ക് അടുത്ത ടോപ്പിക് പഠിക്കാനുള്ളത് കപ്പാസിറ്ററിനെ പറ്റിയാണ്. കപ്പാസിറ്റർ. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ.